വീണ്ടെടുപ്പ്. ഇതെല്ലാം വളരെ മനോഹരമായി വരച്ചുകാട്ടുന്ന ഒരു കിടിലൻ വിശകലനത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. 51 സങ്കീർത്തനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കേട്ടിട്ടില്ലേ? അപ്പോ ഒട്ടും വൈകിക്കാതെ നമുക്ക് തുടങ്ങാം, അല്ലേ? പതിവ് ആമുഖങ്ങളൊക്കെ മാറ്റിവെച്ച് നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഈ മൂന്നാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. സങ്കീർത്തകൻ അനുഭവിക്കുന്ന ആ കുറ്റബോധത്തിന്റെ ഭാരം എത്രത്തോളമുണ്ടെന്നിവിടെ വ്യക്തമാണ്. എന്റെ പാപം എപ്പോഴും എന്റെ കൺമുൻപിലുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ. താൻ ചെയ്ത തെറ്റുകൾ മനസ്സിൽ നിന്നും മായാതെ എപ്പോഴും ഇങ്ങനെ ഒരു ഭയപ്പെടുത്തുന്ന ഓർമ്മയായി കൂടെ നിൽക്കുന്ന അവസ്ഥ. ശരിക്കും വല്ലാത്തൊരു മാനസികാവസ്ഥയാണതല്ലേ? കാരുണ്യത്തിനായുള്ള യാചന, അതാണ് ഇതിന്റെ ആദ്യത്തെ ഘട്ടം. താൻ വലിയൊരു തെറ്റ് ചെയ്തുവെന്ന് തിരിച്ചറിയുന്ന ഒരാൾ തികച്ചും നിസ്സഹായനായി ദൈവത്തിന്റെ കാരുണ്യത്തിനായി യാചിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. യാതൊരുവിധ മറകളുമില്ലാത്ത ഉള്ളിൽ നിന്നുള്ളൊരപേക്ഷയാണിത്. 1-2 വാക്യങ്ങളിൽ വളരെ കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട്. തനിക്ക് സ്വയം രക്ഷപ്പെടാൻ ഒരു യോഗ്യതയുമില്ല, എല്ലാം ദൈവത്തിന്റെ കാരുണ്യം മാത്രമാണെന്ന വലിയൊരു തിരിച്ചറിവാണത്. കാരുണ്യത്തിനൊത്ത് ദയ കാണിക്കണം, അതിക്രമങ്ങൾ മായ്ക്കണം, നിശ്ശേഷം കഴുകിക്കളയണം. കേട്ടോ, പലതരം വാക്കുകളിലൂടെ പൂർണ്ണമായൊരു ശുദ്ധീകരണമാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം സ്വന്തം കഴിവുകൊണ്ട് ഈ കുറ്റബോധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. ഇനി 4-ാം വാക്യത്തിലെ ആ യുക്തി ഒന്ന് നോക്കാം. ഇത് ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രം എതിരായി ഞാൻ ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ വെറുമൊരു വ്യക്തിക്കോ സമൂഹത്തിനോ എതിരെ ഉള്ളത് മാത്രമല്ല, ആത്യന്തികമായി അത് ദൈവത്തിന്റെ നീതിക്കും നിയമങ്ങൾക്കും എതിരെയുള്ള വലിയൊരു ലംഘനമാണ്. അത് മനസ്സിലാക്കുമ്പോൾ ദൈവം എന്ത് ശിക്ഷ നൽകിയാലും അത് തികച്ചും ന്യായമാണെന്ന് യാതൊരു മടിയുമില്ലാതെ അദ്ദേഹം സമ്മതിക്കുകയാണ്. പാപബോധവും കുറ്റസമ്മതവും. ഇവിടെ സങ്കീർത്തകൻ തന്റെ പ്രവൃത്തികളെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്നും മാറി കുറച്ചുകൂടി ആഴത്തിലുള്ളൊരു തലത്തിലേക്ക് പോവുകയാണ്. മനുഷ്യപ്രകൃതിയുടെ തന്നെ അടിസ്ഥാനപരമായ ചില പോരായ്മകളിലേക്കും സ്വന്തം ആന്തരിക അവസ്ഥയിലേക്കുമാണ് ഇനി ശ്രദ്ധ തിരിക്കുന്നത്. ഈ വരികൾക്കൊക്കെയുള്ള ആ ഒരു വൈകാരിക ഭാരം നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? 5-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത് കേൾക്കൂ. താൻ ജനിച്ച നിമിഷം മുതൽ, അല്ല, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ മുതൽ താനൊരു പാപിയാണെന്നാണ്. മനുഷ്യനായി ജനിക്കുമ്പോൾ തന്നെ കൂടെയുള്ള ആ അപൂർണതയെക്കുറിച്ചുള്ള കടുത്ത ആത്മബോധമാണിത്. എന്തു വലിയൊരു ഏറ്റുപറച്ചിലാണിത്, അല്ലേ? ഇവിടെ നമ്മൾ വലിയൊരു വൈരുദ്ധ്യം കാണുന്നുണ്ട്. മനുഷ്യൻ ജന്മനാ തന്നെ തകർന്നൊരവസ്ഥയിലാണ്. എന്നാൽ 6-ാം വാക്യം പറയുന്നത് ദൈവം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ ഹൃദയപരമാർത്ഥതയും ജ്ഞാനവുമൊക്കെയാണെന്നാണ്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കൂ. പാപത്തോട് പേറുന്ന മനുഷ്യനും ദൈവം ആഗ്രഹിക്കുന്ന ആന്തരിക സത്യവും തമ്മിൽ എത്ര വലിയൊരു വിടവാണുള്ളത്. ഇത് നികത്തണമെങ്കിൽ തീർച്ചയായും പുറത്തുനിന്ന്, അതായത് ദിവ്യമായൊരു ഇടപെടൽ തന്നെ വേണം. ആന്തരിക ശുദ്ധീകരണം. അതുവരെ ചെയ്ത തെറ്റുകൾ മായ്ച്ചു കളയണമെന്നായിരുന്നല്ലോ പ്രാർത്ഥന. എന്നാൽ ഇവിടെ എത്തുമ്പോൾ സങ്കീർത്തകന്റെ ആഗ്രഹം മാറുകയാണ്. വെറുമൊരു ക്ഷമിക്കലിൽ നിന്ന് പൂർണ്ണമായൊരു ആന്തരിക മാറ്റത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി അങ്ങോട്ട് ലക്ഷ്യം വെറുമൊരു കഴുകലല്ല, മറിച്ച് പൂർണ്ണമായൊരു ഹൃദയമാറ്റമാണ്. വെറുതെ ഹിസോപ്പ് കൊണ്ടുള്ള ശുദ്ധീകരണമോ മഞ്ഞിനേക്കാൾ വെളുപ്പുള്ള പുറമേയുള്ള കഴുകലോ ഒന്നും പോരാ എന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. പുറമേ നമ്മൾ എത്ര ഡീസന്റ് ആണെന്ന് കാണിച്ചാലും കാര്യമില്ല. ഉള്ളിന്റെ ഉള്ളിൽ അടിസ്ഥാനപരമായി തന്നെയുള്ള വലിയൊരു മാറ്റമാണിവിടെ ലക്ഷ്യം വെക്കുന്നത്. 10-ാം വാക്യത്തിലെ ഈ വരികൾ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. ഇതൊരു ചെറിയ അപേക്ഷയൊന്നുമല്ല കേട്ടോ. സ്വന്തം ഹൃദയത്തെ അക്ഷരാർത്ഥത്തിൽ പുനർസൃഷ്ടിക്കാനും ഒരിക്കലും ഇളകിയിട്ട് പോകാത്ത പുതിയൊരു ആത്മാവിനെ കിട്ടാനും വേണ്ടിയുള്ള അതിശക്തമായൊരു പ്രാർത്ഥനയാണിത്. കേടുവന്നൊന്ന് നന്നാക്കിയെടുക്കുന്ന പരിപാടിയല്ല, മുഴുവനായി പുതിയതൊന്ന് സൃഷ്ടിച്ചു തരാനാണ് ഇവിടെ ചോദിക്കുന്നത്. 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. യാതൊരു ഇടവേളയുമില്ലാതെ തുടർച്ചയായിട്ടുള്ള അപേക്ഷകളാണ്. പാപങ്ങളിൽ നിന്നും മുഖം മറയ്ക്കണം, അകൃത്യങ്ങൾ മായ്ക്കണം, നിർമ്മലമായ ഹൃദയം സൃഷ്ടിക്കണം, സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുത്, പരിശുദ്ധാത്മാവിനെ എടുക്കരുത്, രക്ഷയുടെ സന്തോഷം വീണ്ടും തരണം. ബാപ്പരെ, സങ്കീർത്തകൻ എത്രത്തോളം നിരാശനാണെന്നും ദൈവത്തെ 100% എത്രമാത്രം ആശ്രയിക്കുന്നുണ്ടെന്നും ഈ അപേക്ഷകളുടെ എണ്ണം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. 8-ാം വാക്യത്തിലെ ഈ പ്രയോഗം കേട്ടിട്ടുണ്ടോ? അവിടുന്ന് തകർത്ത എന്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എന്തൊരു പവർഫുള്ളായ രൂപകമാണത്! കുറ്റബോധം നൽകുന്ന മാനസിക വേദന ശരിക്കും ശരീരത്തിലെ അസ്ഥികളെ പോലും തകർക്കുന്നത്ര ഭീകരമാണെന്നാണ് ഇത് കാണിക്കുന്നത്.
പക്ഷേ ആ വലിയ വേദന പോലും ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് അത്ഭുതകരമായി ആനന്ദമായി മാറുമെന്ന വലിയൊരു പ്രത്യാശയാണ് ഈ വരികളിലൂടെ നമ്മളിലേക്കെത്തുന്നത്. യഥാർത്ഥ ബലിയും പുനരുദ്ധാരണവും. ഇവിടെയാണ് നമ്മൾ അവസാന ഭാഗത്തേക്ക് വരുന്നത്. വ്യക്തിപരമായി ഒരാൾക്ക് കിട്ടുന്ന സൗഖ്യം അയാളുടെ മതപരമായ ബോധ്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുന്നുവെന്നും അത് സമൂഹത്തിന് എത്രത്തോളം ഗുണകരമാകുന്നുവെന്നും ഇവിടെ നമുക്ക് വ്യക്തമായി കാണാം. 12ഉം 13ഉം വാക്യങ്ങൾ തമ്മിലുള്ള ആ കണക്ഷൻ നോക്കൂ. വളരെ വ്യക്തமான കാര്യങ്ങൾ. ആദ്യം നഷ്ടപ്പെട്ട സന്തോഷവും ഒരുക്കമുള്ള ഹൃദയവും അയാൾക്ക് തിരികെ കിട്ടണം. അങ്ങനെ സംഭവിച്ചാലോ താൻ മറ്റു പാപികളെ നേർവഴി പഠിപ്പിക്കുകയും അവർ ദൈവത്തിലേക്ക് തിരികെ വരികയും ചെയ്യും. സിമ്പിൾ. അതായത് നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന യഥാർത്ഥ മാറ്റമാണ് മറ്റുള്ളവരെ നയിക്കാനുള്ള ഏറ്റവും വലിയ യോഗ്യത നമുക്ക് നേടിത്തരുന്നത്. പാപത്തിന്റെ ഭാരം എപ്പോഴും നമ്മളെ നിശ്ശബ്ദരാക്കും, അല്ലേ? എന്നാൽ 14-15 വാക്യങ്ങളിൽ പറയുന്നത് നോക്കൂ. ഈ വലിയ ഭാരത്തിൽ നിന്നും ദൈവം തന്നെ രക്ഷിക്കുമ്പോൾ തന്റെ നാവിന് ഉച്ചത്തിൽ സ്തുതികൾ പാടാൻ കഴിയുമെന്നാണ്. ആ വലിയ കുറ്റബോധം അങ്ങ് ഇറക്കി വെക്കുമ്പോൾ കിട്ടുന്നൊരു റിലീഫുണ്ടല്ലോ, അത് അടഞ്ഞുകിടന്ന അധരങ്ങളെ തുറക്കുകയും അതിയായ സന്തോഷത്താൽ പാടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. തീർച്ചയായും അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുക? 16ഉം 17ഉം വാക്യങ്ങളിലെത്തുമ്പോൾ ചിന്തകൾ ശരിക്കും വേറൊരു തലത്തിലേക്ക് മാറുകയാണ്. യാന്ത്രികമായ വെറും ആചാരങ്ങളായ ദഹനബലികളിലൊന്നും ദൈവത്തിന് ഒരു താൽപ്പര്യവുമില്ലത്രേ. പിന്നെന്തിലാണ്? നുറുങ്ങിയ ഹൃദയവും ഉരുകിയ മനസ്സുമാണ് ദൈവത്തിന് സ്വീകാര്യമായ യഥാർത്ഥ ബലി. ബാഹ്യമായ അർത്ഥമില്ലാത്ത പ്രകടനങ്ങളെക്കാൾ എത്രയോ മുകളിലാണ് സ്വന്തം ഹൃദയത്തിന്റെ ഈ സത്യസന്ധമായ സമർപ്പണം. ഇതൊരു വലിയ ഗെയിം ചേഞ്ചർ തന്നെയാണ്. അവസാനത്തെ 2 വാക്യങ്ങൾ ഒരു പ്രധാന കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട്. ആദ്യം, ഒരു വ്യക്തിയുടെ തകർന്ന ഹൃദയം പൂർണ്ണമായും നന്നാക്കപ്പെടണം. അതിനുശേഷം മാത്രമേ സിയോന് നന്മ ചെയ്യാനും ജെറുസലേമിന്റെ കോട്ടകൾ പുതുക്കിപ്പണിയാനും സാധിക്കൂ. അതായത് സമൂഹത്തിന്റെ കെട്ടുറപ്പ് വീണ്ടെടുക്കണമെങ്കിൽ ആദ്യം വ്യക്തികൾ മാറണം. അപ്പോൾ മാത്രമേ സമൂഹം ഒന്നിച്ചർപ്പിക്കുന്ന കാര്യങ്ങൾക്ക് യഥാർത്ഥ അർത്ഥമുണ്ടാകൂ. അപ്പോ നമ്മൾ ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പോകുന്നതിനു മുൻപ് ഒരു നിമിഷം സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. സമ്പൂർണമായ ഒരു ആന്തരിക സമർപ്പണമില്ലാതെ യഥാർത്ഥമായ ഒരു ബാഹ്യമാറ്റം നമുക്ക് എപ്പോഴെങ്കിലും സാധ്യമാകുമോ? വെറും യാന്ത്രികമായ ശീലങ്ങൾക്കും ആചാരങ്ങൾക്കും അപ്പുറത്തേക്ക് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ സത്യസന്ധത ഒന്ന് പരിശോധിക്കാൻ ഈ സങ്കീർത്തനം നമ്മളെ നിരന്തരം ഓർമ്മിപ്പിക്കുകയാണ്. ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണതല്ലേ? ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ ഈ എപ്പിസോഡും നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. അപ്പോ വീണ്ടും കാണാം.